मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी। ये करो सब्सक्राइब, कमेंट एंड लाइक। ഇങ്ങോട്ട് വാ, ഇത് കാണുന്നുണ്ടോ? ഇതാണ് ആർമിഗേഡൻ റേസ്. ഇതൊരു അത്ഭുതകരമായ കോമ്പറ്റീഷൻ ആണ്. ഇതിൽ വണ്ടികൾ ഒന്നിനോടൊന്ന് ഇടിക്കും. പിന്നെ ആരോട് അവസാനം വരെ തന്റെ വാഹനം സൂക്ഷിക്കുന്നത് അയാളായിരിക്കും ഇതിലെ വിജയി. ഹലോ അബ്ദുള്ള ചേട്ടാ. അയ്യോ, വരൂ വരൂ. നിങ്ങളൊക്കെ കണ്ട് കുറെ നാളായല്ലോ. എവിടെ പോയിരുന്നു? ഇങ്ങോട്ടേക്ക് എപ്പോഴെങ്കിലും വാ. ഇങ്ങേർക്ക് കണ്ണ് കാണാതെ എന്ന് തോന്നുന്നു. അങ്ങേര് നമ്മളെ കാണുന്നില്ലെന്നാ തോന്നുന്നത്. എന്റെ അബ്ദുളിന്റെ ഗറാജിനകത്ത് തന്നെ നിന്നോണ്ട് അബ്ദുളിന് കണ്ണ് കാണില്ലെന്ന് പറയുന്നോ? അത് വിട്, ഞാൻ പറഞ്ഞ കേൾക്ക്. ഈ നഗരം ഫുള്ള് നിങ്ങളുടെ പേര് ഫേമസ് ആകാൻ പോവാ. നിങ്ങൾക്ക് ഹോർഡിംഗ് വെക്കും. എല്ലാ ന്യൂസിലും നിങ്ങളായിരിക്കും. കഥയൊക്കെ നിങ്ങൾ നന്നായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എങ്ങനെ നടക്കുമെന്നാ പറയുന്നേ? നിങ്ങളൊന്ന് സ്വപ്നം കാണൂ. അത് തീർക്കേണ്ടത് ദൈവത്തിന്റെ പണിയാണ്. ശരി ശരി, ആ കാര്യം വിട്ടേക്ക്. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയേ. നിങ്ങൾ സ്പോൺസർ ചെയ്തേ പറ്റൂ. അപ്പൊ നീ ഭക്ഷണ മത്സരത്തിന് പോവാൻ പോവാണോ? എന്നിട്ട് ഞാൻ അതിന് സ്പോൺസറും ചെയ്യണം. കാസിന്റെ ഒരു കോമ്പറ്റീഷൻ നടക്കാൻ പോവാ. അതില് വണ്ടികളൊക്കെ ഫൈറ്റ് ചെയ്യും. അവസാന ഫിനിഷ് ലൈനിൽ ഏത് വണ്ടിയാണ് എത്തുന്നത് അവര് ജയിക്കും. എന്ത്, എന്റെ വണ്ടി തന്നെ പൊളിച്ചെടുക്കാൻ നോക്കാണോ? അപ്പൊ എന്റെ വണ്ടി അതിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ? ഒരുപക്ഷെ രക്ഷപ്പെട്ടെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ റെഡിയാണ് കേട്ടോ. അല്ല, വണ്ടിയും കൂടെ റെഡി ആവണ്ടേ? അതിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട. അത് ഓൾറെഡി റെഡിയല്ലേ? പണി കഴിഞ്ഞോ? ഇനി ഇതിപ്പോ ഫൈറ്റിന് വേണ്ടി റെഡി ചെയ്യണം. അത് അബ്ദുൾ ചേട്ടനൊരു നിസ്സാര കാര്യമല്ലേ. വേറെന്താ, 20 വർഷമായിട്ട് ഞാൻ ഈ മെക്കാനിക് പണിയല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നേ. പറയേ. അല്ല, നമുക്ക് ലേറ്റ് ആവോ? ബണ്ണി പപ്പൻ, നിങ്ങൾ പോയി കോമ്പറ്റീഷന്റെ ഫോം ഫില്ല് ചെയ്യൂ. ഞങ്ങള് വണ്ടി റെഡിയാക്കി കൊണ്ടുവരാം. ഓക്കേ. നിങ്ങളും ഉണ്ടോ? ഈ പാർട്ടിയും കൊണ്ടാണോ വന്നത്? 10 മിനിറ്റ് പോലും നിൽക്കില്ല. അത് നിങ്ങൾക്ക് സമയം പറഞ്ഞു തരും. കേട്ടോളൂ, കാട് മുഴുവൻ ഈ കോമ്പറ്റീഷന്റെ ഗ്രൗണ്ടാ. ഒരു ഗ്രൗണ്ട്. എല്ലാവരും ഈ പൊതുകളുടെ പൊസിഷനിലേക്ക് വരൂ. ഇങ്ങോട്ട് വരൂ. അല്ല, അവിടെ വന്നാൽ ഞങ്ങൾ എങ്ങനെ പൊസിഷനിൽ പോയി നിൽക്കും? അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് ഗുരുവിന്റെ ഭാര്യയും ഗുരുവാണ്. ഇപ്പൊ ഈ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ആവാം. ഉഷാറായി ക്ലാപ്പ് ചെയ്യൂ. വണ്ടി ബൾട്ടി അടിച്ചു. പിന്നെ ഔട്ടായി. ഉഷാറായി ക്ലാപ്പ് ചെയ്യൂ. കൊലുങ്ക് റേസിന് ഔട്ടായി. നിങ്ങൾ സന്തോഷത്തോടെ കൈ അടിക്കാം. ചേട്ടാ, ഞാൻ ഇറങ്ങിപ്പോയി അവന് ഒരെണ്ണം കൊടുത്തിട്ട് വരട്ടെ. അയ്യോ വേണ്ട വേണ്ട, വണ്ടി കൊണ്ട് തന്നെ നമുക്ക് പകരം ചോദിക്കാം.
ഈ റോപ്പ് എവിടുന്നാ വന്നേ? നീയല്ലേ പറഞ്ഞത് നോബിനകത്ത് റോപ്പ് ഇടണമെന്ന്? എടാ മണ്ട, ഞാൻ പറഞ്ഞതാണോ നീ ചെയ്തത്? ഓ നോ. ബീൻസ് കഴിച്ചതെല്ലാം ദഹിച്ചു, പക്ഷെ ഗെയിം ഇനിയും കഴിഞ്ഞിട്ടില്ല. ഗുഡ് വാ, നിനക്ക് കമന്ററി ചെയ്യാൻ ഒട്ടും അറിയില്ല. ബൈക്ക് കൂട്ടുതാ, ഇനി അങ്ങോട്ടുള്ള കമന്ററി ഒക്കെ ഞാൻ അടിച്ച് പൊളിച്ചോളാം, കേട്ടോ? ഇത് 25 കിലോ പഞ്ച്. ഇത് തന്നാൽ വണ്ടി ഓടില്ല, വെട്ടിയടിക്കും. ഇത് ചതിയാണ്. നിന്നെ കൊണ്ട് ഡയലോഗ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് 250 ഗ്രാം പവറിലായിരിക്കണം. എടാ ഉണ്ടെടുക്ക്, അറ്റാക്ക് ചെയ്യ്. അറ്റാക്ക്. ഇത് ബോംബിട്ട് കഴിഞ്ഞ അവര് കട്ട്ലറ്റ് ഇടുന്നു. എനി ഡൗട്ട്? ശ്രദ്ധിച്ച് നോക്കി. അങ്ങോട്ട് നോക്ക്, കാറിന്റെ ടയർ അഴിച്ചു പോയി, വണ്ടി പൊങ്ങിക്കിടക്ക, അതോടൊപ്പം തോത്താരാമിന്റെ സ്വപ്നവും പോയി. ഇപ്പൊ ബണ്ണി ഗ്രൂപ്പ്, സണ്ണി പിന്നെ ബാഡ് മങ്കിയാണ് ഉള്ളത്. അത്ര തന്നെ, അത്ര തന്നെ, അത്ര തന്നെ. ഞാൻ സുൽത്താന്റെ മകൻ ബാഡ് മങ്കി. പണി ഓടിച്ചോ. ഇനി എത്ര സമയം ഓടാൻ പറ്റും? അറ്റാക്ക് ചെയ്യ്. ഞാൻ ബാഡ് മങ്കിനെ ടാർഗറ്റ് ചെയ്യാം. ഇതെന്താണ്? ഒടിയാ. മാമ്പഴം കഴിക്കണമെങ്കിൽ ആദ്യം കഴുകണം. ഇപ്പൊ റേസിലുള്ളത് 2 പേര് മാത്രം. ഇപ്പോഴെങ്കിലും ഒന്ന് കൈകോട്ട്. ദേ നോക്ക്, നീ എല്ലാ കോമ്പറ്റീഷനിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്ക. ഇപ്പൊ ഞാൻ നിന്നെ തണ്ടവാളം ഇല്ലാത്ത ട്രാക്കിൽ കിടത്തും. നമ്മുടെ കയ്യിൽ അവസാനമായി ഒരു ആയുധം മാത്രമേ ഉള്ളൂ. എന്താ അത്? എന്താ? ഇപ്പൊ നമ്മൾ ആ വണ്ടിയുടെ മുന്നിൽ പോയിട്ട് അതിന് വഴിയില്ലാതാക്കണം. ഞാൻ പറയുന്നത് ശരിയല്ലേ? അല്ല, ഇത് പാചകത്തിനുള്ള കടലെണ്ണയാണ്. ഇതിന് തീ പിടിക്കില്ല. നമ്മളിവിടെ പിക്നിക് ആഘോഷിക്കാനാണോ വന്നിരിക്കുന്നേ? എണ്ണയും ഉരുളക്കിഴങ്ങും ടൊമാറ്റോ ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നേ. ഇയാൾക്ക് നമ്മൾ ഒരിക്കലും വണ്ടി റെഡിയാക്കാൻ കൊടുക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ആ സണ്ണി ചെറുക്കന്റെ മുമ്പിൽ ഒരിക്കലും തോൽക്കില്ല. സണ്ണിയുടെ മകനും കൂടെ ഉണ്ടോ? അവനെന്താ എനിക്ക് കാണാൻ പറ്റാത്ത? അല്ല, എന്താ ചെയ്യുന്നത്? അവിടെ നിന്ന് അവന് നമ്മളെ ശരിക്കും ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എണ്ണ ഒഴിച്ച് നീ തുടങ്ങിക്കോ.
അയ്യോ നിങ്ങളെ കഥ കഴിഞ്ഞു. ഹണി ബണി പോപ്പൻ ജോർദാർ ജയിച്ചു. എല്ലാരും കൈകൊട്ടു. ഞാനും സ്റ്റാർ ആയല്ലോ. നിങ്ങൾ പറഞ്ഞത് ശരിയാ കേട്ടോ. ഞാൻ ജയിക്കൂന്ന് പറഞ്ഞില്ലേ? ഞങ്ങളുടെ ഗ്യാങ്ങിനെ തോൽപ്പിക്കുന്ന ബുദ്ധിമുട്ടല്ല, ഇംപോസിബിൾ ആണ്. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play.